ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസിന്റെ ലെറ്റ്സ് അസസ് എന്നുള്ള ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലെറ്റ്സ് അസസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാഠഭാഗത്തിലെ കൺസെപ്റ്റും ഇക്വേഷൻസും ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിക്കാനായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ ബേക്കിൽ തന്നെ ഞാൻ മലയാളം മീഡിയത്തിന്റെ വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പൊ മലയാളം മീഡിയംകാർ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മലയാളം മീഡിയം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The focal length of a convex lens is 20 centimeter. An object of height 3 centimeter is located at a distance of 60 centimeter from its optic center on the optic axis. അല്ലേ, എന്താ തന്നിട്ടുള്ള നമുക്ക് നോക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് അല്ലേ, ഒരു കോൺവെക്സ് ലെൻസിന്റെ എന്ത് തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. എഫ് എത്ര തന്നിട്ടുള്ളത്, 20 സെന്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താ തന്നെ, an object of height 3 സെന്റിമീറ്റർ അല്ലെ. ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് അല്ലെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എച്ച്ഒ എത്രയാ തന്നിട്ടുള്ളത്, 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എത്ര ദൂരത്തിലാണ് വെച്ചിട്ടുള്ളത്, 60 സെന്റിമീറ്റർ അല്ലെ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് പറഞ്ഞിട്ടുള്ളത് 60 സെന്റിമീറ്റർ അല്ലെ. യു ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിനൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കണം അല്ലെ. എന്തിട്ട് കൊടുക്കണം, വാല്യൂസ് ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് വരക്കാം. ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു. ഇതെന്താണ്, ഒപ്റ്റിക് ആക്സിസ് ആണ്, ഇത് ഒപ്റ്റിക് സെന്റർ ആണ് അല്ലെ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്താണ്, റിയൽ ആണ് അല്ലെ. അപ്പൊ ഫോക്കസ് ഇവിടെ വരച്ചു. ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു തന്നിട്ടുള്ളത്, 20 അല്ലെ. 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് വന്നു. ഇനി എന്താ, 60 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട് അല്ലെ. ഏകദേശം 60 സെന്റിമീറ്റർ മാറി എന്തിനെ വെച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്രയാണ്, 60 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്ര തന്നിട്ടുള്ളത്, 3 സെന്റിമീറ്റർ അല്ലെ. ഹൈറ്റ് എത്ര തന്നിട്ടുള്ളത്, 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം അല്ലെ. നമ്മളുടെ ഇൻസിഡന്റ് റേ എങ്ങനെയാ പോവാ, ഇങ്ങനെയാണ് അല്ലെ. നമ്മളുടെ ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ അല്ലെ, വാല്യൂസ് എങ്ങനെ എടുക്കുക, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അല്ലെ. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് സൈൻ എന്ത് വരും, മൈനസ് വരും അല്ലെ. നമ്മൾ ഈ സൈൻ കൺവെൻഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കാർട്ടീഷ്യന്റെ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വരും. ഇനി എന്താ കാണേണ്ടത്, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് HI ആണ് അല്ലെ കാണേണ്ടത്. HI ആണ് നമുക്ക് കാണേണ്ടത്. അത് നമുക്ക് എന്ത് കാണണം, നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അറിയാം അല്ലെ. മാഗ്നിഫിക്കേഷൻ M is equal to HI by HO is equal to V by U ആണെന്ന് അറിയാം. HI ആണ് കാണേണ്ടത്. HI കാണണമെങ്കിൽ HO അറിയണം. HO നമുക്ക് തന്നിട്ടുണ്ട്. V അറിയണം. V ഇതിലുണ്ടോ, ഇല്ല. V ഇതിലില്ല. U അറിയണം. U ഉണ്ടോ, Uവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ HO ഉണ്ട്, U ഉണ്ട്. അപ്പൊ ഇനി ആരെ കണ്ടുപിടിക്കണം, വിനെ കണ്ടുപിടിക്കണം അല്ലെ. വിനെ ഏത് ഇക്വേഷൻ വെച്ച് കാണാം, നമ്മളുടെ ലെൻസ് ഇക്വേഷൻ ഉണ്ട് അല്ലെ. 1/f is equal to 1/v minus 1/u അല്ലെ. 1/f is equal to 1/v minus 1/u നമ്മളുടെ ലെൻസ് ഇക്വേഷൻ ആണ് ഇത്. ഇനി എന്ത് ചെയ്യാ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. 1/f അല്ലെ. എഫ് എത്ര കിട്ടിയിട്ടുള്ളത്, 20 അല്ലെ. 1/20 is equal to 1/v minus 1/u എത്രയാ, -60. അപ്പൊ ഈ മൈനസ് എന്താവും, പ്ലസ് ആവും അല്ലെ. മൈനസും പ്ലസ് ആവും. ഇനി എന്ത് ചെയ്യാ, വിനെയാ കാണേണ്ടത്. അപ്പൊ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇതിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. ഇത് പ്ലസ് ആണല്ലോ ഉള്ളത് അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്താവും, മൈനസ് ആവും അല്ലെ. അപ്പൊ എങ്ങനെ വരും നമ്മളുടെ ആൻസർ, 1/20 മൈനസ് 1/60 അല്ലെ. 1/60 is equal to 1/v എന്ന് കാണും, കിട്ടും. ഇനി എന്ത് ചെയ്യാ, ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. 1/20 1/60 നമുക്ക് കുറക്കാനാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 20ന്റെയും 60ന്റെയും LCM കാണണം. അതെങ്ങനെ കാണും, നമ്മൾ 20ന്റെതും
60ൻ്റെയും LCM 2 പോവും അല്ലെ, 2 20 പോവും 60 പോവും. എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം. 60 30 പ്രാവശ്യം അല്ലെ. ഇനി എന്താ 10ഉം 30ഉം 2 പോവും അല്ലെ. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇവിടെ 15 പ്രാവശ്യം. ഇനി 5ഉം 15ഉം 5 പോവല്ലോ അല്ലെ, 5 പോവും. ഇവിടെ 1 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. ഇനി ഇതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇനിയിപ്പോ ഞാൻ വെറുതെ ഇവിടെ 3 കൊണ്ട് ചെയ്ത് വിചാരിക്കും, ഇവിടെ 1 കിട്ടും, ഇവിടെ 1 കിട്ടും. അപ്പോൾ 1 × 1 1, 1 × 3 3. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വന്ന അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ? ഈ കിട്ടിയതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 1 × 1 1, 1 × 3 3, 3 × 5 15, 15 × 2 30, 30 × 2 60. അപ്പൊ നമ്മളുടെ ഡിനോമിനേറ്റർ അല്ലെ, ഡിനോമിനേറ്ററിൽ എത്ര വരണം? 60 വരണം അല്ലെ. ഡിനോമിനേറ്ററിൽ 60 വരണം. അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റർ 60 ആക്കാൻ ഞാൻ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 3 കൊണ്ട് താഴെ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും ചെയ്യണം. ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഇവിടെ ഒന്നും കൊണ്ട് ചെയ്യണ്ട, കാരണം ഇവിടെ ഓൾറെഡി 60 ആണുള്ളത് അല്ലെ. അപ്പൊ മേലെ എന്ത് വരും? 3 - 1 = 1/v എന്ന് കിട്ടും അല്ലെ. 3 - 1 എത്രയാ? 2 അല്ലെ. 2/60 = 1/v അല്ലെ. 2/60 ചെറുതാക്കി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാ? 1/30 = 1/v. ഇനി എന്ത് ചെയ്യാ? ഇത് 1/v ആണ്, 1/30. അപ്പൊ v എന്തായിരിക്കും? v = 30 അല്ലെ. v = 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇമേജിലേക്കുള്ള ദൂരം കിട്ടി അല്ലെ. ഇമേജിലേക്കുള്ള ദൂരം കിട്ടി. ഇനി എന്ത് കാണാം നമുക്ക്? HI കാണാം അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാം. ഇതൊന്ന് ഞാൻ മയക്കുന്നുണ്ട്. ഇവിടെ വരെയുള്ള സ്റ്റെപ്പ് എഴുതി എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം എഴുതി എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, കാൽക്കുലേഷൻ ഇൻ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എഫ് കിട്ടിയിട്ടുണ്ട് അല്ലെ. എഫ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 20 ആണ്. യു തന്നിട്ടുള്ളത് -60 ആണ്. വി കിട്ടിയിട്ടുള്ളത് 30 ആണ്. HO തന്നിട്ടുള്ളത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാണേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് അല്ലെ. ഈ വി നമ്മൾ കണ്ടുപിടിച്ചതാ അല്ലെ ഇക്വേഷൻ വെച്ചിട്ട്. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണണം അല്ലെ. HI/HO = V/U ആണ് അല്ലെ. HI ആണ് കാണേണ്ടത്. അപ്പൊ HIനെ മാത്രം ഈ ഒരു സൈഡിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? HOനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ എന്ത് വരും? HO × V/U എന്ന് വരും അല്ലെ. HO × V/U. ഇനി HO എത്രയാ? 3 അല്ലെ. 3 × V എത്രയാ കിട്ടിയിട്ടുള്ളത്? 30. 30 / U എത്രയാ കിട്ടിയിട്ടുള്ളത്? -60 അല്ലെ. -60. ഇനി എന്ത് ചെയ്യാ? ഇത് രണ്ടും 30 60 പോവും അല്ലെ. എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും അല്ലെ. 2. അപ്പോൾ ഇനി ബാക്കി എന്ത് വന്ന്? 3/2 എന്ന് വന്ന്. ഒരു മൈനസ് ചിഹ്നം ഉണ്ട് അല്ലെ, മൈനസ്. അപ്പൊ 3/2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3ഉം 2ഉം. 3ൽ 2 ഒരു പ്രാവശ്യം പോവും അല്ലെ. 2 എഴുതി കുറച്ച് 1 വന്ന് പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0നെ ഇറക്കിയിട്ട് എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ലെ. 5 × 2 10. അപ്പൊ 1.5 എന്ന് കിട്ടി. 1.5. ചിഹ്നം എന്താ? മൈനസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കിട്ടി അല്ലെ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്ര കിട്ടിയിട്ടുള്ളത്? -1.5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്? ഈ ഒരു ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആണ് അല്ലെ. HI നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? -1.5. അതെങ്ങനെയാണ് നമുക്ക് ഇനിയിപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലെ. നെഗറ്റീവ് സൈന് സൂചിപ്പിക്കുന്ന എന്താ? നമ്മളുടെ ഇങ്ങനെയാണ് ഒപ്റ്റിക് ആക്സിസ് എങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് മേലോട്ടുള്ളതൊക്കെ ഹൈറ്റ് പോസിറ്റീവും താഴോട്ടുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്. അതിനർത്ഥം എന്താ? അത് ഇൻവേർട്ടഡ് ആണ് അല്ലെ. അതെന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എന്തുമായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെ. റിയൽ ഇമേജും ആയിരിക്കും. പിന്നെ ഈ ഒരു വാല്യൂ നോക്ക്. HO 3 ആണ്. HI എത്രയാ? 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് വലുത് അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചെറുതാണ് അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 3 ഉണ്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജോ 1.5, അതിന്റെ പകുതിയേ ഉള്ളു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഡിമിനിഷ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് അല്ലെ. ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ ഇതാണ് എന്തത് നമ്മളുടെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെ, മൈനസ് ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എന്താണ്? റിയൽ ഇമേജ് ആയിരിക്കും അല്ലെ, റിയൽ ഇമേജ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാൾ ചെറുതാണ് ഇമേജിന്റെ ഹൈറ്റ്, അതുകൊണ്ട് ഇമേജ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ അല്ലെ. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ തന്നിട്ടുള്ളത്? 20 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് ലെൻസ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? യെസ്, പറ്റും. കാരണം എന്താ? ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് 20 ആണ് അല്ലെ. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കതൊരു കോൺവെക്സ് ലെൻസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഒരു ക്ലൂ ആണ്. ഇനി വേറൊരു ക്ലൂ ഉണ്ടോ നോക്കാം. An object is placed 30 centimeter away from the lens. Calculate how far the screen should be placed to get a clear image. അല്ലെ, സ്ക്രീന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ലെൻസ് എന്തായിരിക്കണം? കോൺവെക്സ് ആയിരിക്കണം. കാരണം കോൺവെക്സ് ലെൻസ് ഒരു കൺവേർജിങ് ആണ് അല്ലെ. കൺവേർജിങ് ആയിട്ടുള്ള ഒരു ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇമേജ് ഒരു സ്ക്രീനിലേക്ക് കിട്ടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇമേജ് ഒരു സ്ക്രീനിൽ കിട്ടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെൻസ് ആയിരിക്കും? അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും അല്ലെ, കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏത് ലെൻസ് ആണെന്ന് തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ചെറിയൊരു ക്ലൂ ഒക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു ക്ലൂ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ലെൻസ് ഏതാണെന്ന് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. എഫ് തന്നിട്ടുണ്ട് അല്ലെ. എഫ് എത്ര തന്നിട്ടുള്ളത്? 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. An object is placed 30 centimeter away from the lens. നമുക്ക് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന് എന്തുണ്ടാവും? ഒരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും, ഒരു ഒപ്റ്റിക് സെന്ററും ഉണ്ടാവും അല്ലെ. ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും, ഒപ്റ്റിക് സെന്ററും ഉണ്ട്. An object is placed 30 centimeter away from the lens അല്ലെ. ഏകദേശം 30 സെന്റിമീറ്റർ അകലെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലെ. 30 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. പിന്നെ നമുക്കൊരു ഫോക്കൽ ലെങ്ത്തും ഉണ്ട് അല്ലെ. ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. എവിടെയാണ് നമ്മൾ ഒരു ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീന് വെക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കിട്ടുക എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇമേജ് കിട്ടുക എന്നല്ലേ അർത്ഥം. അപ്പം എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മളുടെ ഇമേജ് അല്ലെ. ഇമേജ് എത്ര ദൂരത്താണ് എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പം എന്താ കാണേണ്ടത്? നമുക്ക് വി ആണ് അല്ലെ കാണേണ്ടത്. സ്ക്രീന് പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിലാണ് നമുക്ക് ഇമേജ് കിട്ടുക അല്ലെ. അപ്പൊ ഇമേജിന്റെ ദൂരം അല്ലെ, ഇമേജിന്റെ ദൂരം എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ദൂരം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ വി ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാ. ഇക്വേഷൻ എന്താ? 1/f is equal to 1/v minus 1/u അല്ലെ. ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. എഫ് എത്രയാണ്? 1/20. 1/20 is equal to 1/v minus 1/u. u എന്താണ്? നമ്മളുടെ ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ് അല്ലെ. നമ്മൾ അളക്കുക എങ്ങനെയാ? ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ. അപ്പൊ യു എന്തായിരിക്കും? മൈനസ് എത്രയാണ്? -30 ആയിരിക്കും അല്ലെ. -30 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? -30 എന്ന് വരും. ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലെ. പ്ലസ് ആവും. വീനെ കാണേണ്ടത് കൊണ്ട് ഇതിനെ ഇവിടെ വെച്ച് ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? 1/20. ഇത് പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറം എത്തുമ്പോൾ അത് മൈനസ് ആവും അല്ലെ. -1/30 is equal to 1/v. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇവിടുത്തെ LCM കാണണം അല്ലെ. 20ന്റെയും 30ന്റെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 20ഉം 30ഉം രണ്ടിൽ പോവും അല്ലെ. എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം പോവും. ഇവിടെ 15 പ്രാവശ്യവും പോവും. ഇനിയും എന്തിൽ പോവും? 2ൽ പോവും അല്ലെ. എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. ഇവിടെ പോവില്ല അല്ലെ. ഇവിടെ 15 തന്നെ. ഇനി ഇത് എത്രയിൽ പോവും? 5 പ്രാവശ്യം പോവും അല്ലെ. 5 അല്ലെ. ഇവിടെ 1 വരും. ഇവിടെ എത്ര വരും? 3 വരും. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3 × 1 3, 3 × 5 15, 15 × 2 30, 30 × 2 എത്ര വരും? 60 അല്ലെ. അപ്പൊ LCM എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 60 അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ 60. ഇനി ഇവിടെ എന്താക്കണം? 60 ആക്കണമല്ലോ അല്ലെ. ഇവിടെ 60 ആക്കണേ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ×3. അപ്പൊ മേലെയും ×3. ഇവിടെ 60 ആക്കണമെങ്കിൽ ×2. മേലെയും ×2 അല്ലെ. അപ്പൊ മേലെ എന്ത് വരും? 3 - 2 അല്ലെ. 3 - 2 is equal to 1/v.
3 മൈനസ് 2 എത്രയാ 1 ബൈ 60 60 ഇസ് ഈക്വൽ ടു 1 ബൈ വി. ഇനി എന്ത് ചെയ്യാ നേരെ തിരിച്ചിടുക അല്ലെ. വി ഇസ് ഈക്വൽ ടു അപ്പൊ എത്ര കിട്ടും? വി ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ അല്ലെ. വി ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ. ഇമേജ് ഇവിടെ എങ്ങാനായിരിക്കും ഫോം ചെയ്യുക അല്ലെ. ഇമേജ് ഏകദേശം ഇവിടെ എങ്ങാനായിരിക്കും ഫോം ചെയ്യുക. അപ്പൊ ഇമേജിലേക്കുള്ള ദൂരം എത്രയാണ്? 60 സെന്റിമീറ്റർ. അപ്പൊ സ്ക്രീൻ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? ഒപ്റ്റിക് സെന്ററിൽ നിന്നും അല്ലെ. ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഏകദേശം 60 സെന്റിമീറ്റർ മാറിയിട്ടാണ് നമ്മൾ സ്ക്രീന് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ബി ക്വസ്റ്റ്യനും കൂടി ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അപ്പിയറിംഗ് ഓൺ ദ സ്ക്രീൻ അല്ലെ. എന്താണ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാ? 1.2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തറിയാം? എച്ച് ഐ അല്ലെ. എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു ആണ് എന്നറിയാം. എച്ച് ഐ ആണ് അല്ലെ കണ്ടത്. എച്ച് ഐ ഇസ് ഈക്വൽ ടു എച്ച് ഒനെ അങ്ങോട്ടേക്ക് എടുത്ത് അല്ലെ. എച്ച് ഒ ഇൻറ്റു വി ബൈ യു. ഇനി എച്ച് ഒ എത്രയാ തന്നിട്ടുള്ളത്? 1.2 അല്ലെ. 1.2 ഇൻറ്റു വി എത്രയാ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 60 ആയിരുന്നു അല്ലെ. 60 ഡിവൈഡഡ് ബൈ യു എത്ര തന്നിട്ടുള്ളത്? -30. ചെറിയ മിനിറ്റ്, പെണ്ണൊന്ന് നിറം കൂട്ടിക്കോട്ടെ. ഓക്കെ, -30 അല്ലെ. -30. ഇനി എന്ത് ചെയ്യുക? ഇത് ഡിവൈഡ് ചെയ്യുക അല്ലെ. 60ൽ 30 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും അല്ലെ. അപ്പൊ എന്ത് വരും? -1.2 ഇൻറ്റു 2 എന്ന് വരും അല്ലെ. -1.2 ഇൻറ്റു 2 എത്രയാ? ഇൻറ്റു 2 അല്ലെ. 2 2 4. ഒരു പോയിന്റ് ഇട്ട് 1 ഇൻറ്റു 2 2 അല്ലെ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2.4 അല്ലെ. -2.4 എന്ന് കിട്ടും. അപ്പോൾ എന്താ നമുക്കിത് കിട്ടിയിട്ടുള്ളത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് ആണ് -2.4 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് മൈനസ് കിട്ടി. മൈനസ് കിട്ടിയതിന്റെ അർത്ഥം എന്താ? അത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും അല്ലെ. റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.2. ഇമേജിന്റെ ഹൈറ്റ് എത്രയാ? 2.4. അതിനർത്ഥം എന്താ? ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇമേജ് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും അല്ലെ. ഡിമിനിഷ്ഡ് ആയിരിക്കുമോ? അല്ല. എന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Third question, the focal length of a convex lens is 100 millimeter. An object of height 15 millimeter is located 60 millimeter from the optic center on its optic axis. ആദ്യം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചു നോക്കാം അല്ലെ. ജസ്റ്റ് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിന് എന്തുണ്ട്? ഒരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ട്, ഒരു ഒപ്റ്റിക് സെന്ററും ഉണ്ട്. ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? 100 millimeter അല്ലെ. ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? 100 millimeter. ഇത് 100 millimeter ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 millimeter ആണ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത്. പിന്നെയോ an object of height 15 millimeter is located 60 millimeter from the optic center അല്ലെ. ഏകദേശം 60 അല്ലെ. ഏകദേശം 60 millimeter. ഇത് ഏകദേശം 60 ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, 60 millimeterന്റെ ഇപ്പുറം എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ പറഞ്ഞിട്ടുള്ളത്? 15 millimeter ആണ്. അങ്ങനെയാണെങ്കിൽ draw its ray diagram on a graph paper and find the position and height of the image. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളൊരു ഗ്രാഫ് പേപ്പറിൽ വരച്ചതിന് ശേഷം ആ ഒരു ഇമേജിന്റെ പൊസിഷനും ഹൈറ്റും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് അല്ലെ, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഒരു പാരലൽ ലൈറ്റ് റേ അല്ലെ. നിങ്ങൾ ഒരു ഗ്രാഫ് പേപ്പറും പെൻസിലും സ്കെയിലും വെച്ച് വരക്കണം കേട്ടോ. ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ഒരു റേ പാരലായിട്ട് റേ പോയി. പാരലായിട്ട് പോയത് ഏതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്ത ഏതാ? ഒപ്റ്റിക് സെന്ററിലൂടെ അല്ലെ. ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ പാസ് ചെയ്തു പോകും. ഇനി എന്താ? ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം അല്ലെ. നമ്മൾ എന്ത് ചെയ്ത് വരച്ചു? എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മളുടെ ആര് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അത്
എങ്ങനെയായിരിക്കും ഞാൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഫോം ചെയ്തല്ലേ, ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ച് അതേ സെയിം സൈഡിൽ തന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് വെർച്വൽ ഇമേജ് എന്നാണ് നമ്മൾ പറയാം അല്ലെ. ഇവിടെ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. കാരണം എന്താ, നമുക്ക് എങ്ങനെ ഇങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായോ? യെസ്, നമ്മളൊരു കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ അല്ലെ, ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും അല്ലെ, വലുതുമായിരിക്കും, വെർച്വലുമായിരിക്കും, ഇറക്റ്റുമായിരിക്കും അല്ലെ. ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇങ്ങനെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക് സെന്റർ അല്ലെ, ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു വെച്ചത്. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് എന്ത് കാണണം? പൊസിഷനും ഹൈറ്റ് ഓഫ് ദ ഇമേജും കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് കാണണം? പൊസിഷൻ കാണണം അല്ലെ. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് അല്ലെ, ഇതെന്താണ്? വി ആണ്, ഇത് യു ആണ് അല്ലെ. യു 60 ആണ്. അപ്പൊ വി എത്രയാണെന്ന് കാണേണ്ടത്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ഏതാ? 1/f = 1/v - 1/u. ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നിങ്ങൾ ഗ്രാഫിൽ വരച്ച് നോക്ക്. എന്നിട്ട് ഗ്രാഫിൽ വരച്ചിട്ട് വിന്റെ വാല്യൂ നമ്മളിങ്ങനെ മാത്തമാറ്റിക്കൽ ആയിട്ട് ചെയ്തിട്ട് കിട്ടുന്ന വിന്റെ വാല്യൂ സെയിം ആണോ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വി അല്ലെ, ഹൈറ്റ് ഓഫ് ദി ഇമേജിന്റെ ഇത് ഹൈറ്റും മാത്തമാറ്റിക്കൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് സെയിം ആണോ നിങ്ങൾ നോക്കണം കേട്ടോ. എന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. 1/f, എഫ് എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 100 മില്ലിമീറ്റർ അല്ലെ. 1/100 = 1/v - 1/u എത്ര? 60 മില്ലിമീറ്റർ അല്ലെ. 60 എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും അല്ലെ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളുടെ ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, ഇങ്ങനെയാണ് അല്ലെ. അപ്പോൾ -60 എന്ന് വരും. ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലെ. മൈനസും മൈനസും പ്ലസ് ആയി. ഈ 1/v ഇവിടെ വെച്ച് ഇതിനെ എന്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ പ്ലസ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ മൈനസ് ആവും അല്ലെ. അപ്പൊ 1/100 - 1/60 = 1/v എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇനി എന്ത് ചെയ്യുക? 100ഉം ഉണ്ട് 60ഉം ഉണ്ട്. ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന 2ൽ പോവുമല്ലോ അല്ലെ. രണ്ടും ഓക്കെ. 2 50 പ്രാവശ്യം പോവും, ഇത് 30 പ്രാവശ്യം പോവും. പിന്നെയും എന്താ? 2ൽ പോവും അല്ലെ. ഇത് 25 പ്രാവശ്യം പോവും, ഇത് 15 പ്രാവശ്യം പോവും. ഇനി ഇത് രണ്ടും 5ൽ പോവും അല്ലെ. 5ൽ 5 പ്രാവശ്യം പോവും, ഇവിടെ 3 പ്രാവശ്യം പോവും. ഇനിയും എന്താ? ഇനി ഇത് 5ൽ പോവും. പക്ഷെങ്കിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വെച്ച് നമുക്ക് നിർത്താനായിട്ട് പറ്റൂലേ. 5നും 3നും കോമൺ ആയിട്ടില്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കോമൺ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ 3 × 5 15, 15 × 5 75 അല്ലെ. 75 × 2 × 2 4, 75 × 4 എത്ര വരും? 300 വരും അല്ലെ. അപ്പോൾ ഡിനോമിനേറ്റർ എത്ര വരും? 300. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ 300 ആക്കണം അല്ലെ. ഇതിനെ 300 ആക്കാൻ × 3 × 3, ഇതിനെ 300 ആക്കാൻ × 5 × 5 അല്ലെ. അപ്പൊ മേലെ എന്ത് വരും? 3 - 5 = 1/v. 3 - 5 എത്രയാ? -2 അല്ലെ. -2/300 = 1/v അല്ലെ. -2/300 അല്ലെ. 2/300 എത്രയാ? 1/150. ഒരു മൈനസും ഉണ്ട്, = 1/v. ഇനി എന്ത് ചെയ്യുക? വിനെ നേരെ തിരിച്ചിടുക അല്ലെ. അപ്പൊ v എന്ത് വരും? v = -150 സെന്റിമീറ്റർ അല്ലെ. -150 സെന്റിമീറ്റർ. യെസ്, കണ്ടോ? ഇവിടെ മൈനസ് വന്നിട്ടുണ്ട് അല്ലെ. മൈനസ് വന്നിട്ടുണ്ട്. മൈനസ് വന്നതിന്റെ അർത്ഥം എന്താ? ഇത് വെർച്വൽ ഇമേജ് ആണെന്ന് അല്ലെ. നമ്മളുടെ ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ്. നമ്മളുടെ ഇമേജ് ഇപ്പറാണ് ഫോം ചെയ്തത്, അതുകൊണ്ടാണ് മൈനസ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഇമേജ് ഇവിടെയാ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൈനസ് അല്ല വരാ, പ്ലസ് ആണ് വരാ. അപ്പൊ നിങ്ങൾ ഗ്രാഫിൽ വരച്ചിട്ട് ഈ ഒരു അല്ലെ
ഇവിടം തൊട്ട് ഇവിടം വരെ അളക്കുമ്പോൾ ഈ ഒരു ഇത് തന്നെയാണോ കിട്ടുന്നത്, സോറി മില്ലിമീറ്റർ ആണ്, -150 മില്ലിമീറ്റർ, ഇത് തന്നെയാണോ നിങ്ങൾക്ക് ഈ ഒരു ദൂരം കിട്ടുന്നത് നോക്കണം കേട്ടോ. ഗ്രാഫിൽ വരച്ചപ്പോൾ ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കണം. അപ്പോൾ ഇമേജിന്റെ ദൂരം എത്രയാണ്? -150 മില്ലിമീറ്റർ. ഓക്കെ, ഇനി എന്ത് കാണണം? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യുന്നത്, 3 ക്വസ്റ്റ്യനും ഒരേ പാറ്റേണിലാണ് പോകുന്നത് അല്ലേ. വാല്യൂസിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ പൊസിഷനും ഹൈറ്റും ഒക്കെ കാണാനും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി എന്ത് കാണണം? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണുന്ന എങ്ങനെയാ? HI/HO is equal to V/U അല്ലെ. HI ആണ് കാണുന്നത്. HI is equal to HO into V/U. HO എത്രയാ തന്നിട്ടുള്ളത്? 15 ആണ് അല്ലെ. 15 ഇൻറ്റു V എത്രയാ നമുക്ക് കിട്ടിയിട്ടുള്ളത്? -150 അല്ലെ. -150 ഡിവൈഡഡ് ബൈ U എത്രയാ കിട്ടിയിട്ടുള്ളത്? -60 അല്ലെ. -60. ഈ മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലെ. മൈനസും പ്ലസ് ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? 15 ഇൻറ്റു 150 എത്ര വരും? 2250 എന്ന് വരും അല്ലെ. 2250 ബൈ 60 അല്ലെ. ഈ 0 വെട്ടാ അല്ലെ. അപ്പൊ എന്ത് വരും? 225/6. 225/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? ഇത് 3 പ്രാവശ്യം പോകും അല്ലെ. 6 3 18 അല്ലെ. 18, 22 18 കുറച്ച് കഴിഞ്ഞാൽ 4 വരും അല്ലെ. പിന്നെ ഒരു 3 ഇറക്കിയിട്ട് 43-ൽ 6 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും അല്ലെ. 7 6 7 42 അല്ലെ. 1 ബാലൻസ്, ഒരു പോയിന്റ് ഇട്ട് 0നെ ഇറക്കിയിട്ട് അല്ലെ. എത്ര പ്രാവശ്യം പോകും? 10 അല്ലേ വന്നിട്ടുള്ള ഇവിടെ, സോറി 40, ഇത് 5 അല്ലേ, 3 അല്ലല്ലോ അല്ലെ. ഇത് 3 അല്ലേ, ഇത് 5 ആണ് കേട്ടോ. ഇവിടെ ഞാൻ 225 എന്നല്ലേ, ഇതിവിടെ 223 എന്ന് എഴുതിയ പോലെ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ 45 വന്ന് അല്ലെ. ഇത് 42 വന്ന്, 5 2 കുറച്ച് കഴിഞ്ഞാൽ 3 അല്ലെ. അപ്പൊ 30 വരും. അപ്പൊ 30 6ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും അല്ലെ. 6 5 30. അപ്പോ നമ്മളുടെ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു 37.5 അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 37.5. ഗ്രാഫിൽ വരക്കുമ്പോൾ ഇത്ര തന്നെയാണോ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളുടെ ഇമേജിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? 15 മില്ലിമീറ്റർ ആയിരുന്നു അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് 37.5. അതിനർത്ഥം എന്താ? നമ്മളുടെ ഇമേജ് ആണ് ഒബ്ജക്റ്റിനേക്കാൾ വലുത് അല്ലെ. ഇമേജ് ആണ് ഒബ്ജക്റ്റിനേക്കാൾ വലുത്. പിന്നെ ഇമേജ് എങ്ങനെയാ? പോസിറ്റീവ് ആയിട്ടാണ് ഉള്ളത്. അതിനർത്ഥം അത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലെ. ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, വെർച്വൽ ആണ്, പിന്നെ എന്താണ്? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജും കൂടെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ നോക്കാം. Calculate the magnification if the distance to the object is 20 millimeter. നമ്മൾക്ക് ആദ്യം തന്നിട്ടുള്ളത് 60 ആയിരുന്നു. ഇനി എന്താ തന്നിട്ടുള്ളത്? ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 20 മില്ലിമീറ്റർ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കാണേണ്ട ഇക്വേഷൻ എന്താ? M is equal to V/U അല്ലെങ്കിൽ എന്തായിരിക്കും? HI/HO ചെയ്താലും മതി. ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറ്റിയിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ മാഗ്നിഫിക്കേഷനാ കാണണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെറുതെ HI/HO ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇമേജിന്റെ സൈസും മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് M is equal to നമുക്ക് തന്നിട്ടുണ്ട് 20 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് കാണണം? വീനെ കാണണം അല്ലെ. വീനെ എങ്ങനെ കാണാം? 1/f. സെയിം ഇക്വേഷൻ ആണ് കേട്ടോ. 1/f is equal to 1/v minus 1/u അല്ലെ. 1/f, f എത്രയാ? 100 അല്ലെ. 1/100, 1/100 is equal to 1/v minus 1/u എത്രയാ? -20 അല്ലെ. -20. ഈ മൈനസും പ്ലസ് ആവും. ഇനി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് മൈനസ് ആയിട്ട് വരും അല്ലെ. 1/100 minus 1/20 is equal to 1/v. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ എന്ത് വരും? 100ഉം 20ഉം അല്ലെ. 100ഉം 20ഉം
2 പോവും അല്ലെ. എത്ര പ്രാവശ്യം പോവും? 50 പ്രാവശ്യം പോവും, 10 പ്രാവശ്യം പോവും. ഇവിടെ എത്ര പ്രാവശ്യം പോവും? 25 പ്രാവശ്യം പോവും. ഇവിടെ 5 പ്രാവശ്യം പോവും. ഇതിൽ 5 പോവും, 5 പ്രാവശ്യം പോവും, 1 പ്രാവശ്യം പോവും. 5 5 5 × 5 25, 25 × 2 50, 50 × 2 100 അല്ലെ. അപ്പൊ 100 നമുക്ക് ഡിനോമിനേറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ 100 തന്നെയാണ് ഓൾറെഡി ഉള്ളത്. 1 തന്നെ വന്നു. ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 5 ചെയ്യണം അല്ലെ. അപ്പൊ ഇൻറ്റു 5, അപ്പൊ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 1/v എന്ന് കിട്ടും. 1 - 5 എത്രയാ? -4/100 ഇസ് ഈക്വൽ ടു 1/v. ഇനി എന്ത് ചെയ്യാ? നേരെ തിരിച്ചിടുക അല്ലെ. v ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ v ഇസ് ഈക്വൽ ടു 100/4, ഒരു മൈനസ് സൈനും ഉണ്ട്. അപ്പൊ v ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 100/4 എത്ര കിട്ടും? 25 അല്ലെ. 25, ഒരു മൈനസും ഉണ്ട്. അപ്പൊ v എത്ര കിട്ടി? -25 കിട്ടി. ഇനി എന്ത് കാണാം നമുക്ക്? m കാണാലോ അല്ലെ. m ഇസ് ഈക്വൽ ടു v/u. v നമുക്ക് കിട്ടിയിട്ടുള്ളത് -25/u കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 20 അല്ലെ. -20 ആണ്. ഇനി ഇതെന്ത് ചെയ്യാ? മൈനസും മൈനസും പ്ലസ് ചെയ്യാം അല്ലെ. 25/20, 25/20 നമുക്ക് ആൻസർ എത്ര കിട്ടുക? 1.25 അല്ലെ. 1.25 കിട്ടാം. ഇതാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടിയിട്ടുള്ളത്? 1.25 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 statements are given regarding the image formed by a concave lens. Find and choose the correct answer. അതായത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നമ്മളുടെ കോൺകേവ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് ആയിരിക്കുമോ നമ്മളുടെ കോൺകേവ് ലെൻസ്? അല്ല, നമ്മളുടെ കോൺകേവ് ലെൻസ് ഇറക്റ്റ് ആയിട്ടാണ് കിട്ടാറ് അല്ലെ. അപ്പൊ ഇൻവേർട്ടഡ് വരില്ല. അപ്പം ഇത് എന്തായാലും വരില്ല. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. യെസ്, വെർച്വൽ ആണ് അല്ലെ നമ്മളുടെ കോൺകേവ് ലെൻസ്. ഇനി നോക്കണം. ഡിമിനിഷ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും നമ്മളുടെ ഇമേജ്. അത് ശരിയാണോ? യെസ്, അതും ശരിയാണ് അല്ലെ. മാഗ്നിഫൈഡ് കോൺവെക്സ് ആയിരുന്നു. ഡിമിനിഷ്ഡ് ഏതാണ്? കോൺകേവ് ആണ്. അപ്പം ഇത് ശരിയാണ്. ഇനി അടുത്ത നോക്കാം. ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. മാഗ്നിഫൈഡ് ആണോ? അല്ല, ഒരിക്കലുമല്ല. വെർച്വൽ ആണ്, പക്ഷെങ്കിൽ മാഗ്നിഫൈഡ് അല്ല. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്. യെസ്, ഇറക്റ്റ് ആണ് അല്ലെ. ഇറക്റ്റുമാണ്, ഡിമിനിഷ്ഡും ആണ്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസാ വരിക? ഓപ്ഷൻ 2ഉം 4ഉം ആണ് ശരി ഉത്തരം അല്ലെ. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അല്ല. ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അല്ലെ. രണ്ടാമത്തെയോ നാലാമത്തെയോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 50 സെന്റിമീറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ അല്ലെ. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ തന്നിട്ടുള്ളത്? 50 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? കോൺകേവ് ലെൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് എന്തായിരിക്കും? -50 സെന്റിമീറ്റർ എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്, നെഗറ്റീവ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, കോൺകേവ് ആണെങ്കിൽ -50 ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത്. ഇനി എന്താ കണ്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് പവർ എന്നാ. പവർ കാണേണ്ട ഇക്വേഷൻ എന്താ? P is equal to 1/f ആണ് അല്ലെ. P is equal to എന്താണ്? 1/f ആണ്. ഇനി എന്ത് ചെയ്യാ? നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f എത്രയാ? -50 അല്ലെ. -50. ഇത് ശരിയാണോ ആൻസർ? അല്ല, ഇത് ശരിയല്ല ആൻസർ. കാരണം എന്താ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പവർ കാണണമെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? മീറ്ററിലായിരിക്കണം അല്ലെ. ഫോക്കൽ ലെങ്ത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. സെന്റിമീറ്ററിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ട തെറ്റായിരിക്കും കിട്ടുക കേട്ടാ. സെന്റിമീറ്ററിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ പൊട്ട തെറ്റായിരിക്കും കിട്ടുക. അപ്പൊ എന്താണ്? ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് തന്നതെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പവർ കാണേണ്ടത്. ഓക്കെ. അപ്പൊ പവർ അല്ലെ, പവർ അല്ലേ കണ്ടത് അല്ലെ. P is equal to 1/f. F സെന്റിമീറ്ററിലാ തന്നെ അല്ലെ.
സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ, -50. ഇനി മീറ്ററിലേക്ക് എങ്ങനെയാ നമ്മളാക്കുക? ബൈ 100 ചെയ്താൽ മതി. എന്താണ്? ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീറ്ററിലേക്കായിട്ടാണ് കിട്ടുക. അപ്പൊ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ, 2 അപ്പൊ എന്ത് വരും? 1 2 2 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം അല്ലെ, ഒരു പോയിന്റ് ഇടാം. അപ്പൊ എത്ര കിട്ടി അന്നേരം? 0.50 മീറ്ററിന് കിട്ടും അല്ലെ, 0.50 മീറ്ററിന് കിട്ടും ഫോക്കൽ ലെങ്ത്. ഇനി നേരെ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ P is equal to 1/-0.50 എന്ന് വരും. ഇനി എന്താ? ഇതിനെ ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇവിടെ 2 പോയിന്റ് ആണുള്ളത്, അപ്പൊ ഇൻറ്റു 100 ചെയ്യാം അല്ലെ, ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 100 ചെയ്യാം അല്ലെ. അപ്പൊ മേലെ എന്ത് വരും? 100 എന്ന് കിട്ടും അല്ലെ, 100 എന്ന് കിട്ടും. താഴെ എന്ത് വരും? 50 എന്ന് കിട്ടും അല്ലെ, താഴെ 50 എന്ന് കിട്ടും. ഈ ഒരു മൈനസും ഇട്ട് കൊടുക്കാം. 100/50 എത്രയാ? 2 അല്ലെ, 100/2 സോറി 100/50 2 കിട്ടും. പിന്നെ ഒരു മൈനസ് ഉണ്ട് അല്ലെ. പവറിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഡയോപ്റ്റർ. എന്താണ്? ഡയോപ്റ്റർ. അപ്പൊ പവർ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? -2 ഡയോപ്റ്റർ, -2 ഡയോപ്റ്റർ. ഇതിപ്പോ കോൺകേവ് ലെൻസിന് മൈനസ് ആണ് എന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ആൻസർ ഏതായിരിക്കും കിട്ടുക? +2 ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ പവർ കാണുമ്പോൾ നോക്കേണ്ടത് കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ നോക്കണം. അതിനനുസരിച്ച് ഫോക്കൽ ലെങ്ത്തിന് പോസിറ്റീവും നെഗറ്റീവും ഇട്ട് കൊടുക്കണം. അടുത്തത് നോക്കേണ്ട എന്താ? സെന്റിമീറ്ററിലാണ് ഉള്ളത് നോക്കണം. സെന്റിമീറ്ററിലാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 100 ചെയ്ത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം പവർ കാണാം. ഓക്കെ. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എ ടെലസ്കോപ്പ് അല്ലെ. ടെലസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്തുണ്ട്? ഒരു ഐ പീസും ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട് അല്ലെ. ഒരു ഐ പീസും ഉണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെലസ്കോപ്പിന് എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെ, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ടായിരുന്നു, ഒരു ഐ പീസ് ലെൻസും ഉണ്ടായിരുന്നു. ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ആണ്, ഇത് ടെലസ്കോപ്പിന്റെ ആണ് അല്ലെ. രണ്ട് എന്താണുള്ളത്? കോൺവെക്സ് ലെൻസ് ആണുള്ളത് അല്ലെ. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ഇത് ഐ പീസ് ആണ്. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ഇത് ഐ പീസ് ആണ്. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട്. ടെലസ്കോപ്പിനും ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടെലസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതാണെന്നാണ് ചോദിച്ചത്. കറക്റ്റ് ഏതാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത്. ഇതിനെ കൊണ്ടാണ് പറയുന്നത്, ടെലസ്കോപ്പിനെ കൊണ്ടാണ് പറയുന്നത്, മൈക്രോസ്കോപ്പിനെ കൊണ്ടല്ല. ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവ് ലെൻസിന് ചെറിയ ഫോക്കൽ ലെങ്ത്തും ഐ പീസിന് വലുതുമാണെന്ന് പറയുന്നത്. ആണോ? അല്ല. ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. യെസ് അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസിന് ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആണ്, ഐ പീസിന് എന്താണ്? ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണ്. ശരിയാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസ്. ഇത് കോൺകേവ് ലെൻസ് ആണോ? അല്ല. ഇത് എന്ത് ലെൻസാ? കോൺവെക്സ് ലെൻസ്. അപ്പൊ ഇതും തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് വിൽ ബി കോൺവെക്സ് ലെൻസ്. ഇത് കോൺകേവും ഇത് കോൺവെക്സ് ആയിരിക്കും എന്നാ പറഞ്ഞത്. ആണോ? അല്ല. രണ്ടും എന്താ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. ആകെ ശരിയുള്ള ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ. When an object is placed in front of a lens, the image formed is inverted. Is it real or virtual? Is it real or virtual? What will you do if you want another image of this obtained image to be real, erect, and of the same size? എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ലെൻസിന്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഇമേജ് എങ്ങനെയാണുള്ളത്? തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലെ. ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയൽ ആണോ വെർച്വൽ ആണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഞാൻ 100 പ്രാവശ്യമൊന്നുമില്ല, അതിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയൽ ആയിരിക്കും അല്ലെ. വെർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ്
ഇറക്റ്റും ആയിരിക്കും അല്ലെ. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയൽ ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റും ആയിരിക്കും അല്ലെ. ഇവിടെ ഇൻവേർട്ടഡ് ആണ്, അപ്പൊ ഇൻവേർട്ടഡ് ആകുമ്പോൾ അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആയതുകൊണ്ട് അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഇൻവേർട്ടഡിന് പകരം ഇറക്റ്റ് എന്ന് തന്നേന്ന് വിചാരിക്കും, അപ്പൊ അത് എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലെ. വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ആണ്, ഇറക്റ്റ് ആണെങ്കിലോ വെർച്വലും ആണ് അല്ലെ. തല തിരിഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ അത് റിയൽ ആയിരിക്കും അല്ലെ, റിയൽ ആയിരിക്കും. തല നേരെ തന്നെ നിവർന്നിട്ടുള്ളതെങ്കിൽ അത് എന്തായിരിക്കും? വെർച്വലും ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ഓഫ് ദിസ് ഒബ്റ്റെയിൻഡ് ഇമേജ് ടു ബി റിയൽ, ഇറക്റ്റ് ആൻഡ് ഓഫ് ദി സെയിം സൈസ്? ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിച്ചത്, ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് വന്നതിന് ശേഷം ഞാനത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് എനിക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിനൊരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ട് അല്ലെ, വളഞ്ഞതാണ്. ഒപ്റ്റിക് ആക്സിസ് ഉണ്ട്, ഒപ്റ്റിക് സെന്ററും ഉണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഒബ്ജക്റ്റിനെ ഞാനിവിടെ വെച്ച്, ഒരു ഒബ്ജക്റ്റിനെ വെച്ച് ഫോക്കസിലൂടെ ഒക്കെ കടന്നുപോയി ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇമേജ് അല്ലെ, ഈ ഒരു ഇമേജ് റിയലും ഇറക്റ്റും സെയിം സൈസും ആവാൻ, എന്താണ്? റിയലും ഇറക്റ്റും സെയിം സൈസും ആവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. റിയലും ഇറക്റ്റും സെയിം സൈസ് ആവാൻ എന്താണ് നമ്മൾ ചെയ്യാന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ പൊസിഷനിൽ വെച്ച് നമ്മൾ ഇമേജ് ഫോർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. എഫിൽ വെച്ചിട്ടും 2F വെച്ചിട്ടും പിന്നെ എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലും O*F ഇടയിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ സെയിം സൈസ് കിട്ടുക എപ്പോഴായിരുന്നു? എവിടെ വെക്കുമ്പോഴായിരുന്നു നമുക്ക് സെയിം സൈസ് കിട്ടുക? യെസ്, 2F അല്ലെ. നമ്മൾ 2F ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ അല്ലെ, 2F നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ നമുക്ക് എന്തായിരുന്നു കിട്ടിയിട്ടുള്ളത്? സെയിം സൈസ് അല്ലെ. ഒബ്ജക്റ്റിന് ഏത് സൈസ് ആണോ ഉള്ളത് അതേ സൈസ് തന്നെയാണ് നമുക്ക് എന്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നല്ല, ഇമേജിനും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് അല്ലെ. നമ്മൾ സ്കെയിലും പെൻസിലും വെച്ച് വരക്കണം കേട്ടോ, എന്നാലാണ് ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് അല്ലെ. 2F നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ 2F തന്നെയാണ് നമുക്ക് ഇമേജും ഫോം ചെയ്യുക അല്ലെ. ഇമേജും ഫോം ചെയ്യുക 2F തന്നെയാണ്. ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് ആയിരിക്കും ഇമേജ്. ഇത് റിയൽ ആണ് അല്ലെ, ഇത് റിയൽ ആണ്, റിയൽ ആണ്. പിന്നെ എന്താണ്? സെയിം സൈസും ആണ് അല്ലെ, സെയിം സൈസും ആണ്. പക്ഷെ ഇത് ഇറക്റ്റ് ആയിട്ടാണ് ഉള്ളത്? അല്ല. ഇത് എങ്ങനെയാണുള്ളത്? ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത് അല്ലെ, ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. ഇതിനെ ഇനിയിപ്പൊ നേരെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്ലെയിൻ മിറർ അല്ലെ, നമ്മളുടെ സാധാരണ ഒരു മിറർ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ഇമേജ് നമുക്കിങ്ങനെ നിവർന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഉത്തരം ഇതാണ് എന്ന് വെച്ച് ഞാൻ നിങ്ങളെ തെറ്റ് പഠിപ്പിച്ചു തരുന്നൊന്നല്ല. ഈ ക്വസ്റ്റ്യൻ ഒരു സുഖയില്ല, വായിച്ചിട്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഇവരെന്താ ഉദ്ദേശിച്ചെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാണ് ആൻസർ. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടുള്ളത്. നമുക്കിനി എന്താ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. When an object is placed at the principal focus of a lens, an image that is erect and diminished is obtained. അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഫോക്കസ്, ലെൻസിന്റെ ഫോക്കസിൽ വെച്ചപ്പോൾ എങ്ങനെയുള്ള ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത്? ഇറക്റ്റ് ആയിട്ടുള്ളതും ഡിമിനിഷ്ഡ് ആയിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഇസ് ദിസ്? ഏത് ലെൻസ് ആണ് എന്നാണ് ചോദിച്ചത്. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ് അല്ലെ, ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണോ? അല്ല. ഏത് ലെൻസ് ആണ്? നമ്മളുടെ ലെൻസ് കോൺകേവ് ആണ് അല്ലെ, കോൺകേവ് ആണ്. ഡിമിനിഷ്ഡും ആണ്, ഇറക്റ്റും ആണ് അല്ലെ. ഡിമിനിഷ്ഡും ഇറക്റ്റും ആണെങ്കിൽ അതെന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ഇനി എന്താ? ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, വളഞ്ഞതാണ്, ഒപ്റ്റിക് ആക്സിസ് വളഞ്ഞതാണ്. സ്കെയിൽ വെച്ച് വരക്കണേ നിങ്ങൾ കേട്ടാ, കൈ വളഞ്ഞു പോയതാ.
ഓക്കെ, ഒപ്റ്റിക് ആക്സിസ് വരച്ച് ഇവിടെ എന്തുണ്ട്, ഒരു ഒപ്റ്റിക് സെന്റർ ഉണ്ട്, നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഫോക്കസും ഉണ്ട് അല്ലെ. ഒബ്ജക്റ്റിന് എവിടെയാ വെച്ചത്, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ, ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, ഇവിടുന്ന് ലൈറ്ററെ പാരലായിട്ട് പോകും അല്ലെ. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഡൈവേർജ് ചെയ്താണ് പോവുക അല്ലെ, ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ തെറിച്ച് പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരക്കും അല്ലെ, എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരക്കും. ഇനി എന്ത് ചെയ്യും, ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു ലൈറ്ററെ പാസ് ചെയ്ത് പോകില്ലേ, ഒപ്റ്റിക് സെന്ററിലൂടെ ലൈറ്ററെ പാസ് ചെയ്ത് പോകും. ഈ ഒരു പോയിന്റും ഈ ഒരു റേയും ഇതും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മളുടെ ആര് ഫോം ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, ഇറക്റ്റ് ആയിട്ടാണുള്ളത്, ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിട്ടുമാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇത് ഏത് ലെൻസ് ആണ്, കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രവും പിന്നെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, the image obtained when an object is placed in front of a lens is depicted അല്ലെ. ഒരു ലെൻസിന്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഒരു ഇമേജ് ഫോം ചെയ്ത് അല്ലെ, ഒരു ഇമേജ് ഫോം ചെയ്ത് ഒരു ചിത്രമാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇഫ് പി ക്യൂ ഇസ് എ ലെൻസ് ഇൻ ദ ഫിഗർ, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഡസ് പി ക്യൂ റെപ്രസെന്റ്. ഈ പി ക്യൂ എന്ന് പറയുന്ന ഒരു ലെൻസ് ആണെങ്കിൽ ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് പറയണം, ഈ പി ക്യൂ കോൺകേവ് ലെൻസ് ആണോ അല്ലെ കോൺവെക്സ് ലെൻസ് ആണോ എന്ന് പറയണം. ഏതായിരിക്കും ഈ പി ക്യൂ എന്ന് പറയുന്ന ലെൻസ്? നിങ്ങൾ നോക്ക്, ഇമേജ് എങ്ങനെയാണുള്ളത്, ഇൻവേർട്ടഡ് ആയിട്ടാണുള്ളത് അല്ലെ. ഇമേജ് എങ്ങനെയാണുള്ളത്, ഇൻവേർട്ടഡ് ആയിട്ടാണുള്ളത്. ഒരു ഇൻവേർട്ടഡ് ഇമേജ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് തരുന്നത് നമുക്ക് ഏത് ലെൻസ് ആണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കോൺകേവ് ലെൻസ് നമുക്ക് ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ആണ് തരിക. അപ്പൊ ഈ പി ക്യൂ എന്ന് പറയുന്ന ഏത് ലെൻസ് ആയിരിക്കും, കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെ. ഈ ഒരു റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് എന്താ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഇമേജ് എവിടെയാ ഫോം ചെയ്തിട്ടുള്ളത്, 2Fന് അപ്പുറം അല്ലെ. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് എവിടെയാണ്, 2Fന് അപ്പുറം, അതായത് ബിയോണ്ട് 2F അല്ലെ, ബിയോണ്ട് 2F ആണ് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത്. ബിയോണ്ട് 2F ആണ് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ബിയോണ്ട് 2F ഇമേജ് കിട്ടണമെങ്കിൽ അല്ലെ, ഇമേജ് ബിയോണ്ട് 2F ആണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെയായിരുന്നു വെക്കേണ്ടത്, എഫിന്റെയും 2Fന്റെയും ഇടയിൽ അല്ലെ. എഫിന്റെയും 2Fന്റെയും ഇടയിലാണ് നമ്മൾ ആരെ വെക്കേണ്ടത്, ഒബ്ജക്റ്റിനെ വെക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓരോ കേസ് ആയിട്ട് പഠിച്ചതാ അല്ലെ. എഫിനും 2Fനും ഇടയിലാണെങ്കിൽ ബിയോണ്ട് 2F ആയിരിക്കും. ബിയോണ്ട് 2F ആ വെച്ചതെങ്കിൽ എഫിനും 2Fനും ഇടയിലായിരിക്കും. 2Fലാ വെച്ചതെങ്കിൽ 2Fൽ തന്നെ കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് റേ ഡയഗ്രാം ആണ് വരക്കാനായിട്ട് പോകുന്നത്. ഒരു പാരലൽ ലൈറ്റ് റേ ഇങ്ങനെ പാസ് ചെയ്ത് ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. അടുത്തതോ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. എന്ത് ചെയ്യും, ഇവിടെ വെച്ചാണ് ഇത് മീറ്റ് ചെയ്തത് അല്ലെ. എവിടെ വെച്ച് മീറ്റ് ചെയ്തു, ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മളുടെ ആര് ഫോം ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ്, ഒബ്ജക്റ്റ് ആണിത്, ഹൈറ്റ് ഓഫ് ഇമേജ് ആണിത് അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് കൂടുതലാണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് അല്ലെ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റിനേക്കാൾ കൂടുതലാണോ അല്ലെ കുറവാണോ, എങ്ങനെയാ ഉള്ളത്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കുറവാണ് അല്ലെ, ലെസ്സർ ആണ് അല്ലെ, ലെസ്സർ. ഒബ്ജക്റ്റ് ചെറുതാണ്, ഇമേജ് ആണ് വലുത്. ഇതൊക്കെ ഞാൻ അപ്പാടെടുത്ത് പറയുന്നൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പഠിച്ച സംഭവം തന്നെ. നിങ്ങൾ കുറച്ച് ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്, ഇമേജിനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും കൂടി നോക്കാം. മാച്ച് ദ ഐറ്റംസ് ഇൻ ദി കോളം എ ബി ആൻഡ് സി അപ്രോപ്രിയേറ്റ്ലി അല്ലെ. മാച്ച് ദ ഫോളോയിങ് ആണ്, വളരെ സിമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മാഗ്നിഫിക്കേഷൻ കാണേണ്ട ഇക്വേഷൻ എന്താ, എം ഈസ് ഈക്വൽ ടു HI/HO ഈസ് ഈക്വൽ ടു V/U അല്ലെ. മാഗ്നിഫിക്കേഷൻ HI/HO ആണ്, V/U ആണ് അല്ലെ. HI/HO ആണ്, V/U ആണ്. അടുത്ത പവർ ഓഫ് ലെൻസ് P ഈസ് ഈക്വൽ ടു 1/F ആണ്. യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ ആണ് അല്ലെ, ഡയോപ്റ്റർ. പവർ ഓഫ് ലെൻസ് 1/F ആണ്, പിന്നെ യൂണിറ്റ് എന്താണ്, ഡയോപ്റ്റർ ആണ്. റിയൽ ഇമേജ് എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ.
ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെ ഇൻവേർട്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഹൈറ്റ് നെഗറ്റീവും ആയിരിക്കും അല്ലെ. ഒപ്റ്റിക് ആക്സിസ് ഇങ്ങനെയാണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ ഇത് നെഗറ്റീവും, മേലോട്ടേക്കുള്ളത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിരിക്കും അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് 10ാമത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. എന്താ, അപ്പോൾ പിന്നെ നമ്മൾക്കൊരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആ കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യന് അഥവാ അത് ശരിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.